Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് തീയൊന്നും കത്തിക്കാതെ പാൽ ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ്. ഇത് കണ്ടല്ലോ, നല്ല കട്ടിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ ടിന്നുകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും നല്ല അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം വേണ്ടത് പഞ്ചസാരയാണ്. അതൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറ് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചിരിക്കുന്ന ആ ജാറിലോട്ട് 1 കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പഞ്ചസാരയുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ വേണ്ടത് പാൽപ്പൊടിയാണ്. ഏത് കമ്പനിയുടേതായിരുന്നാലും കുഴപ്പമില്ല, പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാൽപ്പൊടി നമ്മുടെ ഈ പഞ്ചസാരയുടെ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് പാൽപ്പൊടി എന്നുള്ള കണക്കിന് വേണം ചേർക്കാൻ. അപ്പോൾ മധുരം കറക്റ്റ് അളവിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറിന് പകരം നെയ്യായാലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് നല്ല തിളച്ച വെള്ളത്തിന് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ മിൽക്ക് മെയ്ഡ് ചിലപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമായിരിക്കില്ല, വെച്ചിരിക്കാനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി നമ്മുടെ മിൽക്ക് മെയ്ഡ് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് കട്ടി കുറച്ചുകൂടി വേണമെങ്കിൽ അപ്പോൾ ഇത് ഇത്രയും ഇളം ചൂടുവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കാണിക്കാം. ഇതുപോലെ ഒഴിച്ച് കാണിക്കുക. ഈ മിൽക്ക് മെയ്ഡ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഏതൊരു മിൽക്ക് മെയ്ഡിനെക്കാളും നല്ല ടേസ്റ്റാണ്. നമുക്ക് പാലും വേണ്ട, നമുക്ക് തീ കത്തിക്കുകയും വേണ്ട, അതൊന്ന് കുറുക്കിയെടുക്കുകയും ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്താൽ മതിയാവും. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആണ് ഞാൻ ഇതിപ്പോൾ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി നല്ല ഒരു കറക്റ്റ് അളവിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് തയ്യാറാക്കിയ ഈ മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എപ്പോഴും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.